നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. പോസ്റ്റൽ ബാലറ്റിൽ തിരുത്തൽ വരുത്തിയെന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ G. സുധാകരന്റെ വെളിപ്പെടുത്തൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കേസെടുത്തു. അമ്പലപ്പുഴ തഹസിൽദാർ സുധാകരന്റെ പുന്നപ്രയിലെ വീട്ടിലെത്തി മൊഴിയെടുത്തു. G. സുധാകരന്റെ പ്രസ്താവന അത്യന്തം ഗൗരവമുള്ളതാണെന്ന് KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ. എല്ലാ കാലത്തും തുടർന്നു വരുന്ന ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നതെന്നും ഷുക്കൂർ. എടത്വ തലവടിയിൽ കോളറ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. തലവടി പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ യോഗം ചേർന്നാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ തീരുമാനിച്ചത്. എടത്വ തലവടിയിലും പരിസര പ്രദേശങ്ങളിലും കോളറയ്ക്കെതിരായ ബോധവൽക്കരണ പരിപാടികൾ തുടരുന്നു. വയറിളക്ക രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. ആലപ്പുഴയിൽ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ്. ചെന്നൈയിൽ നിന്ന് കഞ്ചാവ് ആലപ്പുഴയിലെത്തിച്ചത് വാടകയ്ക്കെടുത്ത കാറുകൾ. അന്വേഷണം തുടരുന്നു. ഈ മാസം തന്നെ കുറ്റപത്രം സമർപ്പിച്ചേക്കും. തിരുവല്ല പുളിക്കീഴ് ബിവറേജസിലെ അഗ്നിബാധ 8 കോടിയുടെ നാശനഷ്ടമെന്ന് മന്ത്രി MP രാജേഷ്. ബിവറേജസ് ഗോഡൌണുകളിൽ ഫയർ ഓഡിറ്റ് നടത്താൻ നടപടി. അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണം ഖാന നിർമ്മാണം പ്രതിസന്ധി. മഴ തുടങ്ങിയതോടെ വെള്ളക്കെട്ടും രൂക്ഷമായി. ഗതാഗത പ്രതിസന്ധിക്കും പരിഹാരമില്ല. വാർത്തകൾ വിശദമായി. പോസ്റ്റൽ ബാലറ്റിൽ തിരുത്തൽ വരുത്തിയിട്ടുണ്ടെന്ന മുൻ മന്ത്രി G. സുധാകരൻ്റെ പ്രസ്താവന. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കേസെടുത്തു. അമ്പലപ്പുഴ തഹസിൽദാർ പുന്നപ്രയിലെ G. സുധാകരന്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി. അപ്പോൾ എല്ലാം DC ഓഫീസുകളിൽ ഒട്ടിക്കാനൊന്നും പ്രയാസമില്ല. 15% വോട്ട് ചെയ്തത് അപ്പുറത്തായിരുന്നു കിട്ടിയത്. മനസ്സിലായോ? അതൊക്കെ തെറ്റായ കാര്യമാണ്. NG യൂണിയനിൽ പെട്ടവരെല്ലാം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ ഭരണഘടനയിൽ പറയുന്നത് രാഷ്ട്രീയമില്ല. നിങ്ങളുടെ സംഘടനയിൽ ഏത് പാർട്ടിയിൽപ്പെട്ടവരും ചേരാം. പക്ഷെ ഒട്ടിച്ച് തന്നാൽ ആരും അറിയില്ല. എന്ത് കരുതരുത് പാർട്ടിയിൽ ഞങ്ങൾ ഒട്ടിക്കും. ഒട്ടിച്ച് വെരിഫൈ ചെയ്ത് ഞങ്ങൾ തിരുത്തി എൻ്റെ പേര് കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല. തിരുത്തി ഞാൻ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ദേവദാസിൻ്റെ ഞാനാ സെക്രട്ടറി. അപ്പോൾ ഞങ്ങളിട്ടു. NG യൂണിയന്റെ സാംസ്കാരിക സമ്മേളനത്തിന് മുന്നോടിയായി ആലപ്പുഴയിൽ സംഘടിപ്പിച്ച ആദ്യകാല നേതാക്കളുടെ സംഗമത്തിലാണ് G. സുധാകരൻ വിവാദ പരാമർശം നടത്തിയത്. 36 വർഷം മുമ്പ് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ ബാലറ്റുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്നാണ് G. സുധാകരൻ വെളിപ്പെടുത്തിയത്. 89-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ KV ദേവദാസ് ആയിരുന്നു ഇടത് സ്ഥാനാർത്ഥി. വക്കം പുരുഷോത്തമൻ UDF സ്ഥാനാർത്ഥിയും. അന്ന് ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന തന്റെ നേതൃത്വത്തിൽ പോസ്റ്റൽ ബാലറ്റിൽ തിരുത്തൽ വരുത്തുകയായിരുന്നു. ഇതിന്റെ പേരിൽ ഇലക്ഷൻ കമ്മീഷൻ കേസെടുത്താൽ കുഴപ്പമില്ലെന്നും G. സുധാകരൻ പറഞ്ഞു. ഇത് വിവാദത്തിനും പരാതിക്കും തിരികൊളുത്തി. G. സുധാകരന്റെ വെളിപ്പെടുത്തൽ അത്യന്തം ഗൗരവതരമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. നടന്നത് ഗുരുതരമായ നിയമലംഘനമാണ്. കേസെടുത്ത് അന്വേഷണം നടത്താൻ ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന വകുപ്പ് പ്രകാരം കേസെടുക്കാനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ U. ഖേൽക്കർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കളക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്പലപ്പുഴ തഹസിൽദാർ പുന്നപ്രയിലെ G. സുധാകരന്റെ വീട്ടിലെത്തി മൊഴിയെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. G. സുധാകരന്റെ പ്രസ്താവന അത്യന്തം ഗൗരവമുള്ളതാണെന്നും എല്ലാ കാലത്തും തുടർന്നു വരുന്ന ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഇതിലൂടെ പുറത്തു വരുന്നതെന്നും KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഷുക്കൂർ. G. സുധാകരൻ പറഞ്ഞത് സത്യമാണ്. കാരണം ആ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സുധാകരൻ. ഇനിയും സുധാകരന് വെളിപ്പെടുത്താൻ സത്യങ്ങൾ ഒരുപാടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. കാരണം ഈ വോട്ട് ഈ പോസ്റ്റൽ ബാലറ്റാണല്ലോ. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത് കിട്ടും. തെരഞ്ഞെടുപ്പ് പോളിംഗ് ഡേയ്ക്ക് മുമ്പ് തന്നെ ഇത് വോട്ട് ചെയ്ത് ഇവർ പാർട്ടിക്കാരെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ NGO യൂണിയൻകാരെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ഗസ്റ്റ് ഓഫീസേഴ്സ് അസോസിയേഷനെ ഏൽപ്പിക്കുക. അങ്ങനെ ചെയ്യുന്ന സ്ഥിരം പതിവ് CPMനുണ്ട്. ആ CPM അതിൻ്റെ വോട്ടർമാർ വളരെ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നത് മാത്രമല്ല, നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ആ വോട്ട് തികച്ചും കൃത്യമായും അത് സൂക്ഷ്മതയോടുകൂടി രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കണമെന്നാണ്. പക്ഷേ അത് അട്ടിമറിച്ചുകൊണ്ടാണ് ഈ വോട്ട് രേഖപ്പെടുത്തിയ ആളുകളെ മാറ്റിമറിച്ച് മറ്റൊരാൾക്ക് ഏർപ്പെടും. ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ്, അഴിമതിയാണ്. തെരഞ്ഞെടുപ്പ് വിജയം അട്ടിമറിക്കാൻ വേണ്ടിയുള്ള നടപടിയുടെ ഭാഗം. ഇത് മാത്രമല്ല സുധാകരൻ ഇനി പറയേണ്ടത് ബാക്കിയുണ്ട്. CPI കടക്കരപ്പള്ളി ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുടെ കുടുംബസംഗമം നടന്നു.
കടക്കരപ്പള്ളിയിൽ നടന്ന കുടുംബ സംഗമം CPM നേതാവും മുൻ മന്ത്രിയുമായ G. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. CPI കടക്കരപ്പള്ളി ലോക്കൽ സമ്മേളനം മെയ് 17-18 തീയതികളിൽ നടക്കും. ഇതിനു മുന്നോടിയായി ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെ കുടുംബ സംഗമം നടന്നു. PK പ്രഭാകരൻ നഗറിൽ നടന്ന കുടുംബ സംഗമം മുൻ പൊതുമരാമത്ത് സഹകരണ കയർ വകുപ്പ് മന്ത്രി G. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇന്നലെ ഒരു NGOമാർ ഇതുപോലെ നിങ്ങളെപ്പോലെ അവരുടെ ആദ്യകാല സംഘാടകരുടെ വലിയ സമ്മേളനം ഒരു 500 പേരുണ്ട്, 100-300 ആദ്യകാല സംഘാടകർ, 200 പുതിയ NGOമാർ. അവിടെ സംസാരിച്ചപ്പോൾ സ്റ്റേജിലുള്ള ഒരു പഴയ നേതാവിനോട് പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പോസ്റ്റൽ ബാലറ്റ്, ഇലക്ഷൻ ഡ്യൂട്ടിയുള്ളവരൊക്കെ ഉള്ളൂ പോസ്റ്റൽ ബാലറ്റ്, അല്ലാത്തവർക്ക് നേരിട്ട് പോയി അവർ വോട്ട് ചെയ്ത് നമ്മുടെ ആഫീസിലൊക്കെ കൊണ്ട് തരുന്നുണ്ട്. അത് പരിശോധിച്ചാൽ നമുക്കല്ല വോട്ട് ചെയ്തേക്കുന്നത് ചിലത്. എന്താണ് എടുത്ത് അതൊന്ന് പറഞ്ഞേക്കണമെന്ന് പറയുന്നത്. ഞാനപ്പോൾ പൊതുവെ പറഞ്ഞതാണ്. ഞാൻ ആ പറഞ്ഞ കൂട്ടത്തിൽ ലേശം ഭാവനയും കലർത്തി പറഞ്ഞു. അതെ, അങ്ങനെ സംഭവിച്ചിട്ടില്ല. നമ്മുടെ പാർട്ടി ഓഫീസിലങ്ങ് ഒരു ബാലറ്റും തുറന്ന് നോക്കിയിട്ടില്ല, ഒരു ബാലറ്റും ആരും തിരുത്തിയിട്ടില്ല. ഞാനതിലൊന്നും പങ്കെടുത്തിട്ടേയില്ല. ഞാൻ ഇന്നവരെ കള്ളവോട്ട് ചെയ്തിട്ടുമില്ല. ഞാൻ 20 വർഷം MLA ആയി ഒരിക്കൽ പോലും കള്ളവോട്ട് ചെയ്യാൻ ഞാൻ ആർക്കും പൈസ കൊടുത്തിട്ടില്ല. അതിന് 10,000 രൂപ വേണം, ആ കോളനി കൊടുക്കാൻ ഞാൻ 10 പൈസ കൊടുക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇല്ലാത്തൊരു കാര്യം, അസംഭാവ്യമായ ഒരു കാര്യം ചിലരങ്ങനെ ചെയ്യുന്നു എന്ന് പ്രചാരവേള നടക്കുന്നത് കൊണ്ട് അവർക്കൊരു ജാഗ്രത കൊടുക്കാനും ചെറിയൊരു ഭീഷണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറിയുന്നുണ്ട് എന്നൊരു തോന്നൽ വരുത്താൻ വേണ്ടി പറഞ്ഞു പോയതാണ്. നമ്മുടെ മാധ്യമങ്ങളെ അതുകൊണ്ട് എടുത്തിട്ട് ഇപ്പോൾ നമുക്ക് വേറെ വാർത്തയൊന്നുമില്ല. അത്രയേ ഉള്ളൂ. ഞാനവരെ കുറ്റപ്പെടുത്തുകയല്ല, അവരെ കുറ്റപ്പെടുത്തതേ ഇല്ല. മനസ്സിലായില്ല? ഇത്രയേ ഉള്ളൂ. അതന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥനോട് ഞാൻ പറയാം, ഒരു ഉദ്യോഗസ്ഥൻ വന്നായിരുന്നു, ഞാൻ പറയുകയും ചെയ്തു ഇതാണ് സംഭവം. അങ്ങനത്തെ സംഭവമില്ല. ഞങ്ങളുടെ ഒരു പാർട്ടി ഓഫീസിൽ ഞങ്ങൾ ബാലറ്റൊന്നും തിരുത്താനില്ല. പോസ്റ്റൽ ബാലറ്റിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോസ്റ്റിൽ അയക്കുന്നത്. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം NS ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു. MC സിദ്ധാർത്ഥൻ, R പൊന്നപ്പൻ, സന്ധ്യാബെന്നി, KK പ്രഭു, PM വിദ്യാധരൻ, TK രാമനാഥൻ, PD ഗഗാരൻ, S ഷിജി തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. എടത്വ തലവടിയിൽ കോളറയ്ക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ തീരുമാനം. തലവടി പഞ്ചായത്തിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും സംയുക്ത നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. തലവടിയിൽ കോളറ രോഗബാധ സംശയിക്കുന്ന സാഹചര്യത്തിലും മഴക്കാലപൂർവ്വ രോഗപ്രതിരോധത്തിനുമായി ഗ്രാമപഞ്ചായത്തിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും നേതൃത്വത്തിൽ യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോജി എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ഗായത്രി B. നായർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് 2-3 വർഷങ്ങൾക്ക് മുമ്പ് കോവിഡ് എന്ന മഹാമാരി വന്നപ്പോൾ നമ്മുടെ ഈ കൊച്ചു ഗ്രാമം അതിനെ ചെറുത്തു നിൽക്കാൻ എത്രമാത്രം പ്രയത്നിച്ചതാണ്. അതിൽ ആരോഗ്യ പ്രവർത്തകരുടെ നിസ്തുലമായ സേവനം നമ്മൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞവരാണ്. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ സുജി സന്തോഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കലാമധു, NP രാജൻ, അസിസ്റ്റന്റ് സെക്രട്ടറി റെജി KR, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിനു ശങ്കർ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, ആശാപ്രവർത്തകർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്ത് തലത്തിൽ അടിയന്തരമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തുന്നതിനും ലഭ്യമായ ജലസ്രോതസ്സുകളിലെ ജലത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും ശുചീകരണ ക്യാമ്പയിൻ ആരംഭിക്കുന്നതിനും തീരുമാനിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ എടത്വ തലവടി പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലും കോളറയ്ക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയറിളക്ക രോഗങ്ങൾക്കെതിരെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. തലവടി സ്വദേശിയായ 48 വയസ്സുകാരൻ കോളറ ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ വയറിളക്ക രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസ് അറിയിച്ചു. കോളറ സംശയിക്കുന്ന സാഹചര്യത്തിൽ അതുൾപ്പെടെയുള്ള വയറിളക്ക രോഗങ്ങൾക്കെതിരെ പ്രദേശത്ത് പ്രതിരോധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. കോളറ ബാധിച്ച വ്യക്തിയുടെ മലത്തിൽ നിന്ന് രോഗാണുക്കൾ കുടിവെള്ളത്തിലൂടെയും ശുചിത്വമില്ലാത്ത സാഹചര്യങ്ങളിൽ തയ്യാറാക്കുന്ന ആഹാരത്തിലൂടെയുമാണ് മറ്റുള്ളവരിലേക്ക് എത്തുന്നത്. രോഗാണുക്കൾ ശരീരത്തിലെത്തിയാൽ 1 മുതൽ 5 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ കാണപ്പെടും. മലം, കഞ്ഞിവെള്ളം പോലെ പോവുക തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. കോളറ ബാധിച്ചാൽ രോഗിയിൽ നിന്ന് അതിവേഗം ജലാംശം നഷ്ടപ്പെടുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്യും. രോഗലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് വിദഗ്ധ ചികിത്സ നൽകണം. അതുവരെ ORS ലായനിയോ ഉപ്പിട്ട കഞ്ഞിവെള്ളമോ ഉപ്പും പഞ്ചസാരയും ചേർത്ത് നാരങ്ങാവെള്ളമോ രോഗിക്ക് നൽകിക്കൊണ്ടേയിരിക്കുകയും വേണം. കോളറ ഉൾപ്പെടെയുള്ള വയറിളക്ക രോഗങ്ങൾക്കെതിരെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം. കുടിവെള്ള സ്രോതസ്സുകൾ കൃത്യമായ ഇടവേളകളിൽ ക്ലോറിനേറ്റ് ചെയ്യുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. RO പ്ലാന്റ്, പൊതുവിതരണ പൈപ്പ്, ഫിൽട്ടർ എന്നിവിടങ്ങളിൽ നിന്നുള്ള വെള്ളം, കുപ്പിവെള്ളം എന്നിവയും തിളപ്പിച്ചാറ്റിയ ശേഷം മാത്രം കുടിക്കുക. ഭക്ഷണം പാചകം ചെയ്യുന്നതിന് ശുദ്ധമായ ജലം മാത്രം ഉപയോഗിക്കുക. വ്യവസായ ആവശ്യങ്ങൾക്കുള്ള ഐസ് ശീതളപാനീയങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുക.
ആഹാരം പാകം ചെയ്യുന്നതിന് മുൻപ് കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക. വഴിയോരത്ത് ഭക്ഷണം പാകം ചെയ്യുന്ന കടകൾ പരിസരം വൃത്തിയായി സൂക്ഷിക്കുകയും പാചകം ചെയ്യാൻ ശുദ്ധജലം മാത്രം ഉപയോഗിക്കുകയും ചെയ്യുക. ആഹാരം പാകം ചെയ്യുന്നവരും വിതരണം ചെയ്യുന്നവരും വ്യക്തി ശുചിത്വം ഉറപ്പാക്കുക. ശുചിമുറി ഉപയോഗിച്ചതിന് ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കുക. വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം എന്നിവ പാലിക്കുക. മഴക്കാലം മുന്നിൽ കണ്ട വയറിളക്ക രോഗങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുന്നതിനായി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിപുലമായ ക്യാമ്പയിന് വരും ദിവസങ്ങളിൽ ആരോഗ്യവകുപ്പ് നേതൃത്വം നൽകും. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴയിലെ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ്. ചെന്നൈയിൽ നിന്ന് കഞ്ചാവ് ആലപ്പുഴയിൽ എത്തിച്ചത് വിവിധ വ്യക്തികളുടെ വാടകയ്ക്കെടുത്ത കാറുകൾ. അന്വേഷണം തുടരുന്നു. ഈ മാസം അവസാനത്തോടെ കുറ്റപത്രം സമർപ്പിക്കാൻ സാധ്യത. ആലപ്പുഴയിലെ 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് ആലപ്പുഴയിൽ എത്തിച്ചത് പലരുടെയും പേരിൽ വാടകയ്ക്കെടുത്ത 1 കാറുകൾ ഉപയോഗിച്ചെന്ന് കണ്ടെത്തൽ. മലേഷ്യയിൽ നിന്ന് ചെന്നൈയിലെത്തിച്ച കഞ്ചാവ് വാടകയ്ക്കെടുത്ത കാറിൽ കോയമ്പത്തൂരും അവിടെ നിന്ന് മറ്റൊരു കാറിൽ കൊച്ചിയിലും എത്തിക്കുകയായിരുന്നു. കൊച്ചിയിൽ നിന്ന് മറ്റൊരു കാർ വാടകയ്ക്കെടുത്ത കഞ്ചാവുമായി ആലപ്പുഴയിൽ എത്തിയപ്പോഴാണ് എക്സൈസിൻ്റെ പിടിയിലായത്. കേസിലെ പ്രതികൾ അവരുടെ പരിചയക്കാരുടെ തിരിച്ചറിയൽ രേഖകൾ ദുരുപയോഗം ചെയ്താണ് കാറുകൾ വാടകയ്ക്ക് എടുത്തത്. ഇതുൾപ്പെടെ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടി അന്വേഷണ സംഘം ചെന്നൈയിലെത്തി. കേസിലെ 3-ാം പ്രതി ചെന്നൈ സ്വദേശി സുൽത്താൻ അക്ബർ അലിയുടെ പരിചയക്കാരുടെ മൊഴി രേഖപ്പെടുത്തി. കാർ വാടകയ്ക്കെടുത്തതിൻ്റെ വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. സുൽത്താൻ്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങളും ശേഖരിക്കുന്നുണ്ട്. മലേഷ്യയിൽ നിന്ന് അക്ബർ അലിയാണ് ഹൈബ്രിഡ് കഞ്ചാവ് രാജ്യത്തേക്ക് കടത്തിയത്. ഇയാൾ മലേഷ്യയിൽ നടത്തിയ സാമ്പത്തിക ഇടപാടിൻ്റെ വിവരങ്ങളും ശേഖരിക്കുന്നുണ്ട്. ചെന്നൈ കേന്ദ്രീകരിച്ച പ്രതികൾ ലഹരിക്കടത്തും വിൽപ്പനയും നടത്തിയോ എന്നും പരിശോധിക്കുന്നു. അന്വേഷണ സംഘം ചെന്നൈയിൽ തുടരുന്നു. പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിച്ചെങ്കിലും ഫോറൻസിക് സർട്ടിഫിക്കറ്റ് ലഭിക്കാനുണ്ട്. പ്രതികളുമായി ബന്ധമുള്ള കുറച്ചുപേരുടെ കൂടി മൊഴി രേഖപ്പെടുത്താനുമുണ്ട്. ഇവ കൂടി പൂർത്തിയാക്കി ഈ മാസം തന്നെ കുറ്റപത്രം സമർപ്പിക്കാനാണ് തീരുമാനം. ടൈം ന്യൂസ്, ആലപ്പുഴ. അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണം. കാനകരുടെ നിർമ്മാണം പ്രതിസന്ധിയിൽ. മഴ കൂടിയെത്തിയതോടെ ഗതാഗത പ്രതിസന്ധിയും വെള്ളക്കെട്ടും രൂക്ഷമായി. ജനങ്ങൾ ദുരിതക്കയത്തി. മഴ തുടങ്ങിയതോടെ ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂക്ഷം. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായുള്ള കാന നിർമ്മാണം പ്രതിസന്ധിയിലായി. കുത്തിയതോട് മുതൽ അരൂർ വരെയുള്ള ഭാഗങ്ങളിൽ കാന നിർമ്മിക്കുന്നതിനായി കുഴിയെടുത്ത ഭാഗത്ത് വെള്ളം കെട്ടിനിൽക്കുന്നത് കോൺക്രീറ്റിംഗ് അടക്കമുള്ള ജോലികളെ തടസ്സപ്പെടുത്തുന്നു. കോടന്തുരുത്ത് പഞ്ചായത്ത് പരിധിയിൽ കാനയുമായി ഇടത്തോടുകളെ ബന്ധിപ്പിക്കുന്ന പൈപ്പുകൾ സ്ഥാപിക്കുന്ന വിഷയം കമ്പനി അധികൃതരും പഞ്ചായത്തുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാനയിൽ നിന്ന് കിലോമീറ്ററുകളോളം പൈപ്പ് ലൈൻ സ്ഥാപിച്ച് കായലിലേക്ക് ഒഴുക്കിവിടണമെന്നാണ് പഞ്ചായത്തിൻ്റെ നിർദ്ദേശം. ഈ തീരുമാനം കമ്പനി അധികാരികൾ അംഗീകരിച്ചിട്ടില്ല. ഇത്രയും ദൂരം വരെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുമ്പോൾ പെയ്ത്തുവെള്ളത്തോടൊപ്പം ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ പൈപ്പിലടിഞ്ഞ് വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടും. പരമാവധി 100 മീറ്റർ വരെ പൈപ്പ് സ്ഥാപിച്ച ഇടത്തോടുകളുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്നാണ് ദേശീയപാതാ വിഭാഗം പറയുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ അരൂർ, ചന്ദരൂർ, എരമല്ലൂർ, കോടന്തുരുത്ത് എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. പാതയോരത്ത് പെയ്ത്തുവെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം ഇരുചക്രവാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നു. ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി തുറവൂരിൽ നിന്ന് വാഹനങ്ങൾ തൈക്കാട്ടുശ്ശേരി വഴി കടത്തിവിടുകയാണ്. ഇതോടെ അരൂക്കുറ്റി വഴി കൊച്ചിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ അരൂർ ക്ഷേത്രം കവലയിൽ നിന്ന് തെക്കോട്ട് സഞ്ചരിച്ച യു-ടേൺ തിരിയേണ്ടി വരുന്നതിനാൽ അരൂർ ബൈപ്പാസ് കവലയ്ക്കും ചന്ദ്രൂരിനും ഇടയിൽ വൻ ഗതാഗത കുരുക്കാണ് നേരിടുന്നത്. പ്രതിസന്ധികൾക്ക് അടിയന്തര പരിഹാരമുണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ടൈം ന്യൂസ്, അരൂർ. തിരുവല്ല പുളിക്കീഴ് ബിവറേജസ് ഔട്ട്ലെറ്റിലെ അഗ്നിബാധ. 8 കോടി രൂപയുടെ നാശനഷ്ടമെന്ന് എക്സൈസിൻ്റെ ചുമതല കൂടി വഹിക്കുന്ന മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. ബിവറേജസ് ഗോഡൌണുകളിൽ ഫയർ ഓഡിറ്റ് നടത്താൻ നടപടി. തിരുവല്ല പുളിക്കീഴ് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് കമ്പനി വളപ്പിലെ ബിവറേജസ് ഔട്ട്ലെറ്റിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 8 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി മന്ത്രി എം പി രാജേഷ് അറിയിച്ചു. തീപിടുത്തത്തിൻ്റെ കാരണം കണ്ടെത്തുന്നതിന് സമഗ്ര അന്വേഷണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ബിവറേജസ് ഗോഡൌണുകളിൽ ഫയർ ഓഡിറ്റ് നടത്തുമെന്നും ആവശ്യമായ സുരക്ഷാ നടപടികൾ എല്ലാ ഔട്ട്ലെറ്റിലും നടത്തുമെന്നും ബിവറേജസ് കോർപ്പറേഷൻ MD ഹർഷിത അട്ടല്ലൂരിൽ അറിയിച്ചു. പുളിക്കീഴിലെ ഔട്ട്ലെറ്റിൽ ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ഇവിടെ സൂക്ഷിച്ചിരുന്ന 40,000-ഓളം കേസ് മദ്യമാണ് കത്തി ചാമ്പലായത്. ഇത് സൂക്ഷിച്ചിരുന്ന 30,000 ചതുരശ്ര അടിയുള്ള വലിയ ഗോഡൌണും പൂർണ്ണമായും കത്തിനശിച്ചു. 6 കോടിയോളം രൂപയുടെ മദ്യമാണ് ഇവിടെ സൂക്ഷിച്ചിരുന്നതെന്നാണ് ബിവറേജസ് കോർപ്പറേഷൻ്റെ പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. 1 ലക്ഷത്തോളം കുപ്പികളിലെ മദ്യം പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. ഗോഡൌണിൻ്റെ പിൻഭാഗത്ത് വെൽഡിംഗ് പണികൾ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് തീ പടർന്നതാകാമെന്ന് കരുതുന്നു. എന്നാൽ ഇതേപ്പറ്റി വ്യക്തതയില്ല.
ഈ സമയത്ത് 10ഓളം തൊഴിലാളികൾ ഔട്ട്ലെറ്റിൽ ഉണ്ടായിരുന്നു. ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഔട്ട്ലെറ്റിൻ്റെ സമീപത്താണ് വിദേശ മദ്യ നിർമ്മാണത്തിനായി സ്പിരിറ്റ് ശേഖരിച്ചിരുന്ന ഗോഡൌൺ. ഇവിടേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ ദുരന്തവും ഒഴിവായി. അഗ്നിശമന സേന യൂണിറ്റ് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ടൈം ന്യൂസ്, ആലപ്പുഴ. കേരള ഹിസ്റ്ററി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ചേർത്തലയിൽ ചരിത്ര സിമ്പോസിയം സംഘടിപ്പിച്ചു. ചേർത്തല വുഡ്ലാൻഡ്സ് ഓഡിറ്റോറിയത്തിലാണ് സിമ്പോസിയം സംഘടിപ്പിച്ചത്. ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നജ്ഞാന തപസി ഉദ്ഘാടനം ചെയ്തു. കേരള ഹിസ്റ്ററി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഗുരുദർശനവും ഗാന്ധിയൻ ചിന്തകളും എന്ന വിഷയത്തിൽ സിമ്പോസിയം സംഘടിപ്പിച്ചു. ചേർത്തല വുഡ്ലാൻഡ്സ് ഹാളിലായിരുന്നു സിമ്പോസിയം ഒരുക്കിയത്. ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി ഗുരുരത്നജ്ഞാന തപസി ഉദ്ഘാടനം ചെയ്തു. വിഗതികൾ പരസ്പരം പ്രവർത്തനങ്ങളിലൂടെ കാണുമ്പോൾ അതിനെ ജീവിതം കൊണ്ട് സമന്വയിപ്പിച്ച രണ്ടാളുകളാണ് പ്രത്യേകിച്ചും ഗാന്ധിജിയും അതുപോലെ മഹാത്മാവായ ശ്രീനാരായണ ഗുരുവും. ഇവരുടെ സമാഗമം ചരിത്രത്തിലെ ഏറ്റവും ഫലപുഷ്കരമായ കാലമാണ്. അത് നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഇടങ്ങളിൽ ഏറ്റവും പ്രമുഖമാണ്. ഭാരതത്തിൻ്റെ സാമൂഹികമായ ആത്മീയമായ ഉണർവിന് ദിശാബോധം നൽകിയ രണ്ട് ഇതിഹാസ ശില്പികളായ ആളുകൾ, ശ്രീനാരായണ ഗുരു, മഹാത്മാഗാന്ധി. രണ്ടുപേരും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരസ്പരമായ വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളിൽ ജീവിക്കുകയും തങ്ങളുടെ സന്ദേശങ്ങൾ അതുപോലെ തന്നെ ഉയർത്തിപ്പിടിക്കുകയും നിലനിർത്തിയ ജീവിതമാർഗങ്ങളിലൂടെയും തത്വചിന്തകളിലൂടെയും സാമൂഹ്യ അവബോധത്തിലൂടെയും സമാനതകളാൽ വിളക്കിച്ചേർക്കുകയും ചെയ്ത തിളക്കമാർന്ന ജീവിതത്തിൻ്റെ ഉടമ. ഹിസ്റ്ററി കോൺഗ്രസ് പ്രസിഡന്റ് ചാൾസ് ഡയസ് അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ മൈക്കിൾ തരകൻ മുഖ്യപ്രഭാഷണം നടത്തി. മാത്തച്ചൻ പ്ലാന്തോട്ടം, KR രാജേന്ദ്രപ്രസാദ്, CV തോമസ്, തോമസ് V പുളിക്കൽ, സജി കുര്യാക്കോസ്, സാജു ചേലങ്കാട്ട് എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. മുഹമ്മയിലെ സ്വർണ്ണ വ്യാപാരിയുടെ മരണം. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിനെതിരെ ആക്ഷൻ കൗൺസിൽ രംഗത്ത്. റിപ്പോർട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനാണെന്ന് ആരോപണം. സ്വർണ്ണ വ്യാപാരി മുഹമ്മ പണിക്കാപ്പറമ്പിൽ രാധാകൃഷ്ണൻ കടുത്തുരുത്തി പോലീസിൻ്റെ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് എഴുതി തയ്യാറാക്കിയ തിരക്കഥയാണെന്ന് ആക്ഷൻ കൗൺസിലിൻ്റെ ആരോപണം. പോലീസിൻ്റെ ഗുരുതര വീഴ്ചകളെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ടെങ്കിലും പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിക്ക് എങ്ങനെയാണ് വിഷം ലഭിച്ചതെന്നും എങ്ങനെ സ്വയം എടുത്ത് കുടിച്ചുവെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല. വാരിയെല്ലുകൾ അടക്കം തകർന്നു. ശരീരത്തിൽ കാണപ്പെട്ട 6ഓളം ഗുരുതര പരിക്കുകളാണ് യഥാർത്ഥ മരണകാരണം. അത് മറച്ചുവെക്കുന്നത് പോലീസിനെ സംരക്ഷിക്കാനാണെന്ന് ആക്ഷൻ കൗൺസിൽ ആരോപിക്കുന്നു. രാധാകൃഷ്ണൻ ക്രിമിനൽ കേസ് പ്രതി ആയിരുന്നില്ല. ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യവും അദ്ദേഹത്തിന് ഇല്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ടിൽ പോലീസിൻ്റെ ഗുരുതര വീഴ്ച ചൂണ്ടിക്കാട്ടിയ സാഹചര്യത്തിൽ കുറ്റവാളിയായ SHOയെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നും രാധാകൃഷ്ണൻ്റെ കുടുംബത്തിന് സർക്കാർ ജോലിയും അടിയന്തര സഹായവും എത്തിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ആക്ഷൻ കൗൺസിൽ ജനറൽ കൺവീനർ KK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി MK ദാസപ്പൻ, VV കണ്ണൻ, TK സോമശേഖരൻ, അനീഷ് കൊക്കര, ജയചന്ദ്രൻ ചെങ്ങന്നൂർ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. കേരള ചേരമർ സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനം മെയ് 18, 19 തീയതികളിലായി ആലപ്പുഴയിൽ നടക്കും. പൊതുസമ്മേളനം മന്ത്രി P. പ്രസാദും പ്രതിനിധി സമ്മേളനം KC വേണുഗോപാൽ MPയും ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘ ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ എല്ലാ വിഷയത്തിലും ഇടപെടുകയും മറ്റ് പൊതുവിഷയങ്ങളിലും ഇടപെടുകയും ചെയ്യുന്ന ഒരു സമരസംഘടനയാണ് കേരള ചേരമർ സംഘം എന്ന സമുദായ സംഘടന. ഈ അടുത്ത കാലത്തുണ്ടായ ആശാ വർക്കേഴ്സിൻ്റെ സമരത്തിലും അവർക്ക് ഐക്യദാർഢ്യം കൊടുത്തു എന്നുള്ളത് കേരള ചേരമർ സംഘത്തിൻ്റെ പ്രത്യേകതയാണ്. ഏതാണ്ട് അടുത്ത കാലത്തുണ്ടായ പൊതുവിഷയങ്ങളിലും സാമുദായിക വിഷയങ്ങളിലും അതുപോലെ സുപ്രീം കോടതി ആഗസ്റ്റ് 1 സുപ്രീം കോടതി വിധി, അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഹർത്താല്, എല്ലാത്തിലും കേരള ചേരമർ സംഘം ഇടപെട്ടിട്ടുണ്ട്. മറ്റ് സംഘടനകളോടൊപ്പം തന്നെ സാമുദായികമായിട്ടുള്ള വിഷയങ്ങളിൽ ഞങ്ങൾ അംഗങ്ങളുമായിട്ട് പ്രശ്നങ്ങൾ ഇടപെടുകയും അതോടൊപ്പം തന്നെ പൊതുകാര്യങ്ങളിലും ഇടപെടും. ഇതാണ് നമ്മുടെ പൊതുവായിട്ടുള്ള ഒരു നിലപാട്. ഇപ്പോൾ ഈ 50ാം സംസ്ഥാന സമ്മേളനമായിട്ട് ബന്ധപ്പെട്ട് മെയ് 18, 19 തീയതികളിലാണ് പുളിമൂട്ടിൽ ട്രേഡ് സെൻറ്ററിൽ വെച്ചും അതുപോലെ തന്നെ റെയ്ബാൻ
ഓഡിറ്റോറിയത്തിൽ വെച്ചുമാണ് 2 ദിവസമായിട്ടാണ് നടക്കുന്നത്. പുളിമൂട്ടിൽ ട്രേഡ് സെൻറ്ററിൽ വെച്ച് പ്രതിനിധി സമ്മേളനമാണ്. രണ്ടാമത്തെ ദിവസം ആണ് 10:30 യുവജന വനിതാ സമ്മേളനം നടക്കും. അതിനുശേഷം ഉച്ച കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ 11:30 ഒരു സെമിനാറുണ്ട്. ജാതി സെൻസസും അതുപോലെ തന്നെ സാമൂഹ്യ നീതിയും എന്ന വിഷയത്തിൽ കെ അംബുജാഷനാണ് സെമിനാർ അവതരിപ്പിക്കുന്നത്. ആ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് TJ ആഞ്ചലോസ്, CPIയുടെ ജില്ലാ സെക്രട്ടറി A ഷുക്കൂർ. അതിനുശേഷം പൊതുസമ്മേളനം 2:30 തുടങ്ങുന്നത്. പൊതുസമ്മേളനത്തിൽ ശ്രീ കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. കേരള ചേരമർ സംഘം സംസ്ഥാന സമ്മേളനം പുളിമൂട്ട് ട്രേഡ് സെന്ററിൽ വെച്ച റൈബാൻ ഓഡിറ്റോറിയത്തിൽ വെച്ചും മെയ് 18, 19 തീയതികളിൽ നടക്കുന്നു. മെയ് 18 രാവിലെ 9:30 സംസ്ഥാന പ്രസിഡന്റ് ABR നീലംപേരൂർ പതാക ഉയർത്തും. 10:30 പ്രതിനിധി സമ്മേളനം പുളിമൂട്ടിൽ ട്രേഡ് സെന്ററിൽ KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. രണ്ടാം ദിവസം 10:30 മഹിളാ യുവജന സമ്മേളനം പ്രമുഖ ചിന്തകൻ സണ്ണി M കപ്പിക്കാട ഉദ്ഘാടനം ചെയ്യും. 11:30 ജാതി സെൻസസും സാമൂഹ്യ നീതിയും എന്ന വിഷയത്തിൽ K അംബുജാക്ഷൻ സെമിനാർ അവതരിപ്പിക്കും. CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ്, മുൻ MLA A ഷുക്കൂർ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും. 2:30 കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് M ഗീതാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തും. BSP കോർഡിനേറ്റർ സുബ്രഹ്മണ്യൻ PK, BJP സംസ്ഥാന കമ്മിറ്റി അംഗം V ഗോപകുമാർ, SUCI നേതാവ് NK ബിജു, IUML സംസ്ഥാന കമ്മിറ്റി അംഗം ശ്യാം സുന്ദർ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സംഘാടകരായ MR സദാനന്ദൻ, തങ്കച്ചൻ ഇല്ലിച്ചിറ, O അച്യുതൻ, സന്തോഷകുമാരി, മിനി ബാലചന്ദ്രൻ എന്നിവർ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ കല്യാണി ഓഡിറ്റോറിയത്തിൽ ഞായറാഴ്ച ദമ്പതി സംഗമം സംഘടിപ്പിക്കുന്നു. കേരളത്തിൽ ആദ്യമായാണ് ഇതേപോലെ ഒരു ദമ്പതി സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് ആലപ്പുഴ നഗരസഭയുടെ മുൻ ചെയർമാനും കല്യാണി ഓഡിറ്റോറിയം മാനേജിംഗ് ഡയറക്ടറുമായ സോണിജ കല്യാൺകുമാർ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 1983 കല്യാണി ഓഡിറ്റോറിയം നമ്മൾ പഴയ കയർ ഫാക്ടറി, അതായത് 1921 എൻ്റെ ഗ്രാൻഡ് ഫാദർ അപ്പൂപ്പൻ ശ്രീ കല്യാണിപ്പിള്ള ആരംഭിച്ച കല്യാണി കമ്പനി എന്ന കയർ ഫാക്ടറി 1983 എൻ്റെ പിതാവ് ശ്രീ KS ജനാർദ്ദൻ, അദ്ദേഹം ആലപ്പുഴ പഴയ മുനിസിപ്പൽ ചെയർമാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആണ് ഞാനത് കല്യാണി ഓഡിറ്റോറിയമായിട്ട് നമ്മളത് നവീകരിച്ച് ഓപ്പൺ ചെയ്തത്. അവിടെ കല്യാണം നടന്ന ആൾക്കാരെ എല്ലാവരെയും കൂടെ സമാഹരിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ, ഒരു പരിപാടി നടത്താമെന്ന് നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ ഇതിൽ അവരെല്ലാവരുടെ കൂട്ടായ്മ നമ്മൾ പ്രതീക്ഷിക്കുന്നു. 18-ാം തീയതി വൈകിട്ട് 4 മണിക്കാണ് നമ്മുടെ പരിപാടി തുടങ്ങുന്നത്. 1983 ആലപ്പുഴയിൽ ആരംഭിച്ച കല്യാണി ഓഡിറ്റോറിയത്തിൽ വെച്ച വിവാഹിതരായവരുടെ സംഗമം 2025 മെയ് 18 ഞായറാഴ്ച വൈകിട്ട് 4-ന് സംഘടിപ്പിക്കുന്നു. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംഗമം സംഘടിപ്പിക്കുന്നത്. കല്യാണി ഓഡിറ്റോറിയത്തിൽ വെച്ച വിവാഹിതരായ 180ഓളം ദമ്പതിമാർ ഈ അപൂർവമായ മംഗല്യ കൂട്ടായ്മ ചടങ്ങിൽ പങ്കെടുക്കും. ആലപ്പുഴ മുനിസിപ്പൽ ചെയർമാനായിരുന്ന KS ജനാർദ്ദനന്റെ പിതാവ് കല്യാണിപ്പിള്ള 1921 ആരംഭിച്ച കല്യാണി കമ്പനി എന്നറിയപ്പെട്ടിരുന്ന കയർ ഫാക്ടറി 1983 അദ്ദേഹത്തിന്റെ മകനും മുൻ ആലപ്പുഴ മുനിസിപ്പൽ ചെയർമാനുമായിരുന്ന സോണി J കല്യാൺകുമാർ കല്യാണി ഓഡിറ്റോറിയമാക്കി പുതുക്കി പണിയുകയായിരുന്നു. കാലത്തനുസൃതമായുള്ള മാറ്റങ്ങൾ വരുത്തി 2022 ശീതീകരിച്ച 600 പേർക്കിരിക്കാവുന്ന കല്യാണി AC ഹാളും ഡൈനിങ് ഹാളും 200 പേർക്കിരിക്കാവുന്ന കട്ടിമ AC ഹാളും ഡൈനിങ് ഹാളും നിലവിൽ പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 42 വർഷങ്ങൾക്കിടയിൽ ജാതിമത ഭേദമന്യേ നിരവധി കല്യാണങ്ങൾക്കും മറ്റു പരിപാടികൾക്കും കല്യാണ ഓഡിറ്റോറിയം വേദിയൊരുക്കിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മകൾ ആശയുടേതുൾപ്പെടെ ആലപ്പുഴയിലെ നിരവധി പ്രമുഖരുടെ ജീവിതത്തിന്റെ തുടക്കം കുറിച്ചിട്ടുള്ളത് കല്യാണിയിൽ നിന്നാണ്. വെറുമൊരു സംഗമം എന്നതിനപ്പുറം പുതുതലമുറയ്ക്ക് വഴികാട്ടികളായി മുതിർന്ന ദമ്പതിമാരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഈ വേദിയിലൂടെ വഴിയൊരുക്കും. സംഗമവുമായി ബന്ധപ്പെട്ട ദമ്പതിമാരെ കൂട്ടിയിണക്കിക്കൊണ്ട് ദമ്പതികൾക്കായി വേദിയിൽ രസകരവും നൂതനവുമായ നിരവധി പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. മന്ത്രിമാർ, MLA മാർ, നഗരസഭാ അധ്യക്ഷ, സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ഈ പരിപാടികളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ടൈം ന്യൂസ്, ആലപ്പുഴ. മുഹമ്മ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി രാജ്യത്തിന്റെ വിവിധ മേഖലകളിലൂടെ സഞ്ചരിച്ചു. നവോത്ഥാന നായകന്മാരെയൊക്കെ കണ്ടു. സ്വാതന്ത്ര്യ സമരം ഏത് രീതിയിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. ഗാന്ധിജി ഒരു തവണ പോലും പറഞ്ഞില്ല ഒരു തുള്ളി മണ്ണ് വാരി ബ്രിട്ടീഷുകാരുടെ ശരീരത്തിലേക്ക് ഇടണമെന്നോ ഒരു കല്ല് വലിച്ചെറിയണമെന്നോ പറഞ്ഞിട്ടില്ല. നിരായുധരായി ആശയപരമായിട്ടാണ് നമുക്ക്
ഈ സ്വാതന്ത്ര്യം നേടിയെടുക്കേണ്ടത് എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവനെ 100 വർഷങ്ങൾക്ക് മുമ്പ് മഹാത്മാഗാന്ധി കേരളത്തിൽ വന്ന് കണ്ടു. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ആ കാലഘട്ടത്തിൽ എങ്ങനെ ഇവിടെ എത്തി. ഞാനിപ്പോൾ ഓർക്കും, പോകുന്ന വഴിയിലൊക്കെ ഉള്ള പല സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഗാന്ധിജി ഇവിടെ വന്നിട്ടുണ്ട്. ബുദ്ധിതോട് ചിലപ്പോൾ പറയുന്നത് ബുദ്ധിതോട് ഒരു ദിവസം അവിടെ താമസിച്ചിട്ടുണ്ട്. അരുവിട്ടി ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞത് അരുവിട്ടി ബോട്ടിയേറ്റ് നിൽക്കുന്ന സ്ഥലത്ത് മഹാത്മാഗാന്ധി. സമ്മേളനത്തിൽ KC ജോളി അധ്യക്ഷയായി. രാജാറാം മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് VM സുഖാന്തി മുതിർന്ന പൗരന്മാരെ ആദരിച്ചു. DCC ജനറൽ സെക്രട്ടറി R ശശിധരൻ, ബ്ലോക്ക് പ്രസിഡന്റ് KC ആന്റണി, വൈസ് പ്രസിഡന്റ് CK അശോകൻ, TV ഉദയകരൻ, KP ബാഹുലയൻ, N സദാനന്ദൻ പിള്ള, സദൻ ബ്ലാത്തിക്കൽ എന്നിവർ സംസാരിച്ചു. TV കമലൻ സ്വാഗതവും പുഷ്കരൻ ബ്ലാത്തിക്കൽ നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. മുഹമ്മ പഞ്ചായത്ത് ഹരിത കേരളം JLG ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു നടീലിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മുഹമ്മ പഞ്ചായത്ത് ഹരിത കേരളം JLG ഗ്രൂപ്പ് നടത്തുന്ന പച്ചക്കറി കൃഷിയുടെ നടീൽ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു നിർവഹിച്ചു. കാർഷിക മേഖലയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും കുടുംബശ്രീ യൂണിറ്റുകളുടെയും സഹകരണത്തോടെ ഏറെ മുന്നേറാൻ കഴിഞ്ഞതായി സ്വപ്ന ഷാബു കൂട്ടിച്ചേർത്തു. കേരള സർക്കാരിൻ്റെ സമഗ്ര പച്ചക്കറി കൃഷിയുടെ ഭാഗമായിട്ടുള്ള കൃഷിയുടെ വിത്തുകൾ നമ്മളെല്ലാവർക്കും വിതരണം ചെയ്തു കഴിഞ്ഞു. 16 വാർഡുകളിലെയും നമ്മുടെ JLG ഗ്രൂപ്പുകൾക്ക് ഇതിൻ്റെ തൈകൾ വിതരണം ചെയ്തു കഴിഞ്ഞു. കൃഷി നമുക്കറിയാം, നമ്മൾ കൃഷി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആഹാരം കഴിക്കാനാകുകയുള്ളൂ. അതിൻ്റെ കാര്യവും അത് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പച്ചക്കറിയുടെ കാര്യമൊക്കെ നമ്മൾ വളരെ ഗൗരവമായി. കൃഷിയിലൂടെ മെച്ചപ്പെട്ട വരുമാനം നേടാൻ കർഷകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 170 JLG ഗ്രൂപ്പുകളുടെ ജൈവ കൃഷിക്ക് ഉണർവേകാൻ കഴിഞ്ഞതായും സ്വപ്ന ഷാബു പറഞ്ഞു. കാർഷിക മേഖലയിൽ മുൻകാലങ്ങളിൽ കൈവരിച്ച നേട്ടങ്ങൾ കണക്കിലെടുത്താണ് ഹരിത കേരളം JLG ഗ്രൂപ്പിനെ പദ്ധതിയുടെ ഭാഗമാക്കിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NT റജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CD വിശ്വനാഥൻ, CDS ചെയർപേഴ്സൺ സേതു പായി, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എഡിസൺ, കൃഷി അസിസ്റ്റന്റ് സന്തോഷ് കുമാർ, സലിമോൻ, ഷാജി, NR മോഹിത്, സ്വപ്ന എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ കേട്ടു. പോസ്റ്റൽ ബാലറ്റിൽ തിരുത്തൽ വരുത്തിയെന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ G സുധാകരന്റെ വെളിപ്പെടുത്തൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കേസെടുത്തു. അമ്പലപ്പുഴ തഹസിൽദാർ സുധാകരന്റെ പുന്നപ്രയിലെ വീട്ടിലെത്തി മൊഴിയെടുത്തു. G സുധാകരന്റെ പ്രസ്താവന അത്യന്തം ഗൗരവമുള്ളതാണെന്ന് KPCC ജനറൽ സെക്രട്ടറി AA ഷുക്കൂർ. എല്ലാ കാലത്തും തുടർന്നു വരുന്ന ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നതെന്നും ഷുക്കൂർ. എടത്വ തലവടിയിൽ കോളറ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. തലവടി പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ യോഗം ചേർന്നാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ തീരുമാനിച്ചത്. എടത്വ തലവടിയിലും പരിസര പ്രദേശങ്ങളിലും കോളറയ്ക്കെതിരായ ബോധവൽക്കരണ പരിപാടികൾ തുടരുന്നു. വയറിളക്ക രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. ആലപ്പുഴയിൽ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ്. ചെന്നൈയിൽ നിന്ന് കഞ്ചാവ് ആലപ്പുഴയിൽ എത്തിച്ചത് വാടകയ്ക്കെടുത്ത കാറുകൾ. അന്വേഷണം തുടരുന്നു. ഈ മാസം തന്നെ കുറ്റപത്രം സമർപ്പിച്ചേക്കും. തിരുവല്ല പുളിക്കീഴ് ബിവറേജസിലെ അഗ്നിബാധ 8 കോടിയുടെ നാശനഷ്ടമെന്ന് മന്ത്രി MP രാജേഷ്. ബിവറേജസ് ഗോഡൌണുകളിൽ ഫയർ ഓഡിറ്റ് നടത്താൻ നടപടി. അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണം, ഖാന നിർമ്മാണം പ്രതിസന്ധിയിൽ. മഴ തുടങ്ങിയതോടെ വെള്ളക്കെട്ടും രൂക്ഷമായി. ഗതാഗത പ്രതിസന്ധിക്കും പരിഹാരമില്ല. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.